ഇത് നമുക്ക് വേണോ? കുഴപ്പമില്ല, നോക്കാം. ഇതിനെപ്പറ്റി ഒരുപാട് കേട്ടിട്ടില്ലേ, അതൊക്കെ നോക്കാം. അപ്പൊ നമുക്ക് അറിയാമല്ലോ. എനിക്കെന്തോ പേടിയാവുന്നു. ഇതിലെന്ത് പേടിക്കാൻ? ആരാ കോയിൻ ഇടാൻ പോകുന്നേ? ഞാനെന്തായാലും ഇടത്തില്ല, എനിക്ക് പേടി. ഓക്കെ, എന്നാ ഞാൻ ഇടാം. വേണ്ട വരും, ഞാനിടാം. ക്യാൻഡിൽ എവിടെയാ? അത് ഞാൻ എടുത്തിട്ട് വരാം. ഇതെവിടെ വെക്കാനാ? അതിന്റെ സെന്ററിലോട്ട് വെക്ക്. ഇനി ആ കോയിൻ ഇട്ടേ. എന്ത് വന്നാലും ആരും പേടിക്കല്ല, കേട്ടല്ലോ. എനിക്കിപ്പൊ തന്നെ പേടിയാവുന്നു. കണ്ടോ, ഇതൊക്കെ ഫേക്കാ, ഒന്നും വരുന്നില്ലല്ലോ. നോക്കിയേ, ചെറിയൊരു അനക്കമില്ലേ? എന്തൊക്കെയോ ഒരു മാറ്റം പോലെ തോന്നുന്നു. എന്തിനാ എല്ലാരും ഇങ്ങനെ പേടിക്കുന്നേ? അത് ഡോറ് ക്ലോസ് ആയതാ. പുറത്ത് നല്ല കാറ്റല്ലേ, അതാ. ഞാൻ വിചാരിച്ചു യക്ഷി വന്നാണോന്ന്. എടാ, ഈ യക്ഷി പ്രേതം അതൊക്കെ വെറുതെ, അതൊന്നും ഇല്ല. അത് നിങ്ങൾക്ക് തെളിയിക്കാനാ ഞാനിത് കളിക്കാന്ന് പറഞ്ഞേ. നമുക്കിത് മാറ്റി വെച്ചാലോ? എനിക്കെന്തോ പേടിയാവുന്നു. നോക്കിയേ, ഈ മെഴുകുതിരി അണഞ്ഞു. പുറത്ത് ഇത്രയും കാറ്റടിക്കുമ്പോൾ ഇത് അണഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ. ഇല്ല, ഇവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. നമുക്ക് പോവാം, വാ. ഒന്ന് വെയിറ്റ് ചെയ്യും, നമുക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കിയിട്ട് പോവാം. വേണ്ട, പണിയാവും. ഇതിലൊക്കെ കുറച്ച് സത്യം ഉള്ളത് തന്നെയാ. അയ്യോ, എനിക്ക് നല്ല പേടിയാവുന്നു. വാ, പോവാം. അതെ, വാ പ്ലീസ്, നമുക്ക് ഇവിടെ നിന്ന് പോവാം. എല്ലാരും വാ, നമുക്ക് പോവാം. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇതൊന്നും വേണ്ടാന്ന്. നിങ്ങൾ ആ ചിരി കേട്ടായിരുന്നോ? ഉടനെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവന് തന്നെ ആപത്താ. നമുക്ക് ആ വന്ന സ്പിരിറ്റിൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ച് നോക്കായിരുന്നു. ദേ ലീനെ, നിനക്ക് ഇവിടുന്ന് ജീവനോടെ പോകണമെന്ന് ആഗ്രഹമില്ലേ? എടാ, നല്ല സ്പിരിറ്റ് ആണെങ്കിൽ ഒന്നും ചെയ്യില്ല. ആഹാ, ഉള്ള സിനിമയെല്ലാം കണ്ടു വെച്ചിട്ട് അതനുസരിച്ച് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ഇതും പറഞ്ഞ് ഇനി രണ്ടാളും തർക്കിക്കേണ്ട, നമുക്ക് ഉടനെ തന്നെ ഇവിടുന്ന് പോവാം. എല്ലാവരും എല്ലാം പെട്ടെന്ന് പാക്ക് ചെയ്തോ. ഇവിടെ ആണെങ്കിൽ റേഞ്ച് പോലും ഇല്ല. ലീനയുടെ അമ്മ വിളിച്ചോ ഇല്ലെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പം തന്നെ വീട്ടിൽ നമ്മളെ തിരക്കുന്നുണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും പെട്ടെന്ന് പാക്ക് ചെയ്ത് വെച്ചോ, നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങണം. ഈ വീട് അത്ര ശരിയല്ല, എന്തൊക്കെയോ നെഗറ്റീവ് ഇവിടെ ഉണ്ട്. അതല്ലേ ഞാൻ വന്നത് മുതൽ പറയുന്നത്, എനിക്കിവിടെ അത്ര നന്നായിട്ട് തോന്നുന്നില്ലാന്ന്. ഞാൻ കാറ്റ് കുറഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ. എല്ലാവരും ഇങ്ങ് വന്നേ. എന്താ കാര്യം? ഈ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. മാറിയ ഞാൻ നോക്കട്ടെ. ശരിയായി തുറക്കാൻ പറ്റുന്നില്ല. ഇത് പുറത്തുനിന്ന് ആരോ പൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ആരാ വന്ന് പുറത്തുനിന്ന് പൂട്ടിയേ? അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും? എനിക്ക് പേടിയാവുന്നു. എനിക്ക് വീട്ടിൽ പോകണം. എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ കാത്തിരിക്കും. എനിക്ക് വീട്ടിൽ പോകണം. പിന്നെ നമ്മൾ എന്താ നേരെ കാട്ടിലാണോ പോണത്? വാടച്ചിരിക്കുമോ? നിനക്കല്ലേ അഡ്വഞ്ചർ വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ മതിയായല്ലോ. നമ്മളെല്ലാരും കൊലക്കെടുത്തപ്പോ നിനക്ക് മതിയായല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും കോടാലിയോ മറ്റേ ഇരുമ്പും എല്ലാം കിട്ടുമോ നോക്കിയേ. ഡോർ അടിച്ചെങ്കിലും പൊളിക്കാം. ഞാനും നോക്കട്ടെ. ശരിയാടാ, ഒട്ടും പറ്റുന്നില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഏത് നേരത്താണോ ഇവിടെ വരാൻ തോന്നിയേ? ആ ബോർഡ് കളിക്കേണ്ടിയില്ലായിരുന്നു. അതിനുശേഷമാ ഇതൊക്കെ. അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അയ്യോ, നമ്മൾ ഇവിടെ പെട്ടുപോയില്ല. ഇനി ആരെ നമ്മൾ വിളിക്കും? വിളിക്കാനാണെങ്കിൽ ഫോണിൽ റേഞ്ചും ഇല്ല. ഹലോ, ആരെങ്കിലും പുറത്തുണ്ടോ? ആഹാ, ബെസ്റ്റ്. ഇവ ഇവിടെ കിടന്ന് വിളിക്കുമ്പോൾ എല്ലാവരും കേൾക്കാൻ പോവല്ലേ. വരുണിന്റെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ച് നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ. എനിക്കാണെങ്കിൽ നല്ല തലവേദനിക്കുന്നു. കഴിക്കാത്തോണ്ടായിരിക്കും തല ഇറങ്ങുന്ന പോലെ ഇരിക്കുന്നു. ദയവ് ചെയ്ത് ഇപ്പൊ തലകറങ്ങിയൊന്നും വീഴല്ലേ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും പറ്റത്തില്ല. ഞാനെന്താ മനഃപൂർവ്വമാണോ തല ഇറങ്ങി വീഴുന്നത്? മിക്കവാറും നമ്മളെ യക്ഷി കൊല്ലൂല. അതിനു മുമ്പ് നമ്മൾ ഫുഡ് കിട്ടാതെ മരിക്കും.